ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അഹമ്മദാബാദ് 2020-ൽ സഞ്ജു സാംസൺ ടീമിൽ പരമ്പരയിൽ ആദ്യമായാണ് സഞ്ജു 11-ൽ ഇടം പിടിക്കുന്നത്. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ഖിലാഫ് അഹമ്മദാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഖിലാഫ്, എന്തായാലും ഏറെ ആകാംക്ഷയോടെ നോക്കുകയായിരുന്നു സഞ്ജു ടീമിൽ ഇടം പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും വലിയ സന്തോഷം. എന്താണ് ടീമിന്റെ മറ്റു വിവരങ്ങൾ? തീർച്ചയായും സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സഞ്ജു ടീമിൽ എത്തുമോ എന്ന് ഉറ്റുനോക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ, അതായത് അവസാന പരമ്പരയിൽ 2020-ലെ അവസാന മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിലെത്തിയിരിക്കുകയാണ്. ഏറെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ അതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന് പകരം ഓപ്പണറായാണ് സഞ്ജു സാംസൺ ടീമിലെത്തിയേക്കുന്നത്. അപ്പോഴും വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മ ടീമിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും അവസാന 2020-ലേക്ക്, അതായത് ലോകകപ്പിന് അടുക്കുന്ന 2020 ടീമിലേക്ക് സഞ്ജു സാംസനെ ആദ്യ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുമോ എന്നൊരു ആശങ്ക വീണ്ടും തുടരുകയാണ്. കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ അവസാന പരമ്പരയിൽ അവസാന 3 മത്സരത്തിൽ കളിച്ചിരുന്നില്ല സഞ്ജു. ഈ ഒരു പരമ്പരയിലേക്ക് എത്തുകയാണെങ്കിൽ ആദ്യ 3 മത്സരത്തിൽ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് 4ാം 2020 മത്സരത്തിൽ മഴ മൂലം കടുത്ത മൂടൽമഞ്ഞ് കാരണം മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. ഏറ്റവും അവസാനത്തെ മത്സരത്തിലാണ് സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തു പറയുന്നത് ഗില്ലിന്റെ പരിക്ക് കാരണം മാത്രമാണ് ഇന്ന് സഞ്ജു സാംസനെ ടീമിൽ പരിഗണിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു മികച്ച റെക്കോർഡുള്ള ഒരു താരത്തിനെ അവസരം നഷ്ടമാകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഇനി ലോകകപ്പിന് മുമ്പ് ഒരു പരമ്പര മാത്രമാണ് 2020-ൽ ഇന്ത്യക്ക് മുന്നിലുള്ളത്. അത് ന്യൂസിലാൻഡിനെതിരായ 5 മത്സരങ്ങളടങ്ങുന്ന 2020 പരമ്പരയാണ്. എന്തായാലും ഇന്ന് നടക്കുന്ന മത്സരത്തിൽ 3 മാറ്റങ്ങളോടെയാണ് ഇന്ത്യൻ ടീം കളത്തിലിറങ്ങിയിരിക്കുന്നത്. പരിക്കേറ്റ ഗില്ലിന് പകരം സഞ്ജു ടീമിലെത്തിയപ്പോൾ ജസ്പ്രീത് ബുംറയും അതേപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഹർഷിത് റാണയ്ക്ക് പകരവും അതേപോലെ തന്നെ കുൽദീപ് യാദവിന് പകരമാണ് ഇരുവരും ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. സ്വാതി. ശരി ഖിലാഫ്.